വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. നാളെ പാലക്കാട്ടെ തരൂരിലെ സ്വീകരണത്തോടുകൂടി ജാഥയുടെ പര്യടനം സമാപിക്കും. പാലക്കാടിൻ്റെ ഗ്രാമീണ മേഖലകളിലൊക്കെയാണ് പര്യടനം. ഇപ്പോൾ നമ്മോടൊപ്പം ജാഥാംഗവും ISJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ PP ദിവാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിവാരേട്ട, സ്വാഗതം, കൈരളിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ 14-15 ദിവസത്തേക്ക് ജാഥ പര്യടനം എത്തി നിൽക്കുകയാണ്? എങ്ങനെയാണ് ജാഥയിലെ അനുഭവങ്ങൾ? വളരെ സന്തോഷകരമായ അനുഭവങ്ങളായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വളരെ സന്തോഷത്തോടുകൂടി, അതിലേറെ അഭിമാനത്തോടുകൂടി ആളുകൾ സമീപിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞത്. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എല്ലാ തലങ്ങളിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചതിൻ്റെ ഫലമായി വിവിധ മേഖലയിലുള്ള രാഷ്ട്രീയമായി നമ്മളോട് വിയോജിപ്പുള്ളവർ പോലും ഈ ജാഥയുടെ സ്വീകരണത്തിനും മുഖാമുഖം പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനക്കൂട്ടം സ്വാഭാവികമായും പല ജാഥകളിലും ഉണ്ടാകും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി നേരിട്ടു. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ളൊരു വലിയ ജനപിന്തുണയായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അത് ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് വിജയിച്ച് വരാൻ കഴിയും. കാരണം UDFൻ്റെ ഭരണവും 11-16 കാലത്തെ UDFൻ്റെ ഭരണവും നമ്മുടെ 10 വർഷത്തെ ഭരണവും താരതമ്യം ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണം എന്നാണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനവ്, വിവിധ മേഖലയിലുള്ള ആളുകൾക്കുള്ള ശമ്പള വർധനവ്, അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ, സമഗ്രമായ വികസനം, ഇതൊക്കെ ജനങ്ങളെ വളരെയേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വലിയ ജനമുന്നേറ്റം LDFന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഏകുന്നതിന് വേണ്ടിയാണ് ജനങ്ങളൊക്കെ ജാഥയിലേക്ക് എത്തുന്നതെന്നാണ് PP ദിവാകരൻ പറയുന്നത്. വലിയ ആവേശമാണ് ജാഥയിലെ അനുഭവങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.